ഇന്ന് നമുക്കറിയാം മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ് അവിടെ ഒരുങ്ങുകയാണ്. അതിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് ഇപ്പോൾ ആരംഭിക്കും അല്പസമയത്തിനകം. അപ്പോൾ അവർക്ക് ഈ ദുരന്തബാധിതർക്ക് ഒരുപാട് സഹായങ്ങൾ ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പോഴിതാ സഹായഹസ്തവുമായി യുഗാണ്ട കേരള സമാജവും 24 കണക്റ്റ് മുഖേന 4 കുടുംബങ്ങൾക്കുള്ള സഹായം കൈമാറിയിട്ടുണ്ട്. 24 വയനാട് ബ്യൂറോ ഓഫീസിലായിരുന്നു ചടങ്ങ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി ഉഗാണ്ടയിലെ കേരള സമാജം 24 വഴി ഒരു സഹായം എത്തിച്ചിരുന്നു. പല വിധത്തിലുള്ള സഹായമായിരുന്നു എത്തിച്ചിട്ടുള്ളത്. ചിലർക്ക് സ്കൂട്ടർ, ലാപ്ടോപ്പ്, ബിസിനസ് തുടങ്ങാനുള്ള ധനസഹായം, ഒപ്പം തന്നെ പഠനാവശ്യത്തിനുള്ള ധനസഹായം, മറ്റ് പഠിക്കാൻ വേണ്ടിയുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, ഇതെല്ലാം തന്നെ ആണ് നമ്മൾ അത് നൽകുന്നത്. എന്തായാലും ആ നടപടിയിലേക്ക് കിടക്കുകയാണ്. ഞാൻ തയ്യൽ മെഷീനാണ് ചോദിച്ചിരുന്നത്. തയ്യൽ മെഷീന്റെ തുക തരത്തിലാണ് കൈമാറുന്നത്. സാധാരണ സ്ഥലം എവിടെയാണ്, വീട് എവിടെയാണ്? എൻ്റെ വീട് ചൂരൽമല സ്കൂൾ റോട്ടിലായിരുന്നു. വീട് ഫുള്ള് നഷ്ടപ്പെട്ട് അപ്പോൾ വാടകയ്ക്ക് മേപ്പാടി വാടകയ്ക്ക് ചെമ്പോത്തറയിൽ വാടകയ്ക്ക് ഇരിക്കുന്നുണ്ട്. ഈ വീട് ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. ഈ തയ്യൽ മെഷീൻ കൊണ്ട് ജീവിക്കാനുള്ള അതെ പോകാൻ പറ്റും. അങ്ങനെ അതാണ്, അതുകൊണ്ട് ചോദിച്ചതാണ്. എന്തായാലും ആ സഹായമാണ് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത്. എവിടെയായിരുന്നു വീട്? എൻ്റെ വീട് ചൂരൽമല സ്കൂൾ റോഡിലാണ്. വീടെല്ലാം പൂർണ്ണമായി വാഹനങ്ങളെല്ലാം പോയതാ. അപ്പോൾ സ്കൂട്ടറിനുള്ള സഹായമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ സഹായം ഉഗാണ്ടയിലെ കേരള സമാജമാണ് നൽകിയിട്ടുള്ളത്. അത് നമ്മൾ 24 വഴി കൈമാറുകയാണ്. ഇന്നത്തെ ഒരു സഹായം കിട്ടുന്നത് വലിയൊരു ഉപകാരമാണ്. കാരണം നമ്മൾ വാഹനങ്ങളെല്ലാം നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു സംഘടനയ്ക്ക് വലിയൊരു താങ്ക്സ്. എന്തായിരുന്നു റിക്വസ്റ്റ് ഉണ്ടായിരുന്നത്? നമ്മളെ മക്കൾക്ക് 2 സൈക്കിളായിരുന്നു പാർട്ടുണ്ടായത്. സൈക്കിളിൻ്റെ ഒരു സഹായം എന്നുള്ള നിലയ്ക്ക് നമ്മളത് കൈമാറാണ്. പിന്നെ ഉഗാണ്ടയിലെ കേരള സമാജമാണിത് നൽകിയിട്ട്. എന്താണ് പറയുക? ഇത് ചെയ്തതിൽ നല്ല ഉപകാരമാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിമറക്കാൻ പറ്റില്ല. എന്തായാലും ഇത്തരത്തിൽ ഈ യുഗാണ്ടയിലെ കേരള സമാജം ഇങ്ങനെ ഒരു സഹായം നമ്മളിലൂടെ, അതായത് 24ലൂടെ ചെയ്തു. അത് കൃത്യമായ രീതിയിൽ തന്നെ ദുരന്തബാധിതർക്ക് അവരിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഏറെ ആഹ്ലാദം പകരുന്ന ഒന്നാണ്. അവരുടെ തുടർ ജീവിതത്തിന് അവർക്ക് അത്രയും ആവശ്യമുള്ള സാധനങ്ങളാണ് അഭ്യർത്ഥിച്ചത്. അഭ്യർത്ഥന അനുസരിച്ച് തന്നെയാണ് നമ്മളത് കൃത്യമായ രീതിയിൽ തന്നെ വാങ്ങി നൽകിയിരിക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. അപ്പോൾ ഉഗാണ്ടയിലെ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്കൊക്കെ നന്ദി. കാരണം നിങ്ങൾ വലിയൊരു കാര്യമാണ് ചെയ്തത്. സന്തോഷം.